ചുനക്കര ഗവൺമെന്റ് വെൽഫെയർ എൽ.പി. സ്കൂളിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ആരംഭം കുറിച്ചുകൊണ്ട് വിളംബര റാലി നടത്തി. പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ചുനക്കര ഗവൺമെന്റ് വെൽഫെയർ എൽ.പി.എസിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള വിളംബര റാലി സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളും അഭ്യുദയകാംക്ഷികളും ആയുള്ള വനിതകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത വിളംബര വാഹന റാലി കൊർത്തുകാട് പോലീസ് സബ് ഇൻസ്പെക്ടർ എബി എം.എസ്. ഫ്ലാഗ് ഓഫ് ചെയ്തു. ഒരു പ്രദേശത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത്, ഒരു പ്രദേശത്തിന്റെ വികസനം എന്ന് പറയുന്നത് റോഡുകളിലോ വലിയ വലിയ ബിൽഡിങ്ങുകളോ വീടുകളോ ഒന്നുമല്ല, മറിച്ച് ആ പ്രദേശത്തെ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പകർന്നു കൊടുക്കുന്ന വിദ്യാലയങ്ങളാണ്. അതുപോലെ ആ വിദ്യാലയങ്ങളിൽ ഇവർക്ക് അക്ഷരത്തിൻ്റെ വെളിച്ചമായി നിൽക്കുന്ന അധ്യാപകരാണ്. അതിനോടൊപ്പം തന്നെ ആ സ്കൂളിന് പരിസരത്തുള്ള ആ സ്കൂളിനെ പോറ്റി വളർത്തുന്ന ജനപ്രതിനിധികളാണ്, അങ്ങനെ രക്ഷകർത്താക്കളാണ് എന്നുള്ളതാണ് സത്യം. പല സ്കൂളുകളിലേക്കും അല്ലെങ്കിൽ പല ഇങ്ങനെയുള്ള വിദ്യാലയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇത്രയും വർഷത്തിൻ്റെ ഒരു പഴക്കം, ഇപ്പോൾ ബിൻസ പറയുകയാണ്, ഇതൊരു നേരത്തെ അക്ഷരപ്പള്ളിക്കൂടമായിരുന്നു പറഞ്ഞു. ഒരു അക്ഷരപ്പള്ളിക്കൂടത്തിൽ നിന്നും 75 വർഷക്കാലം നമുക്ക് മുമ്പേ കടന്നു പോയിട്ടുള്ള എത്രയെത്ര അധ്യാപകരുടെയും അതിനോടൊപ്പം തന്നെ എത്രയെത്ര ഗുരുനാഥന്മാരുടെയും അതിനോടൊപ്പം തന്നെ എത്രയെത്ര സമർത്ഥന്മാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെയും ത്യാഗത്തിൻ്റെ ബാക്കിപത്രമാണ് ഈ സ്കൂൾ ഇപ്പോൾ 75ാം വർഷം ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ആഘോഷിക്കാൻ പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ തന്നെ ഞങ്ങൾ പോലീസിനെ സംബന്ധിച്ച് വളരെയധികം ആത്മാഭിമാനത്തോടുകൂടിയാണ് ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഈ വിളംബര ജാഥയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരും ഇനി ഒരു 100 വർഷവും അതിനപ്പുറവും നമ്മൾക്ക് ശേഷവും നമ്മളിത് ബാക്കി വെക്കാൻ പോകുന്നത് അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറുകയാണ്. കാരണം ഈ സമൂഹത്തിൽ നിന്നും ഞാൻ എന്ത് നേടി എന്നുള്ളതല്ല, ഒരു ക്വാളിറ്റി ഓഫ് ദ സോൾ എന്ന് പറയുന്നത്, ആത്മാവിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, എൻ്റെ ക്വാളിറ്റി, നൽപ്പ് എന്ന് പറയുന്നത്, ഇത് ഈ സമൂഹത്തിൽ ഞാൻ എന്ത് നൽകി എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളുള്ള മനുഷ്യരുള്ള നന്മയുടെ വെളിച്ചം പുറത്തു വരുന്നത്. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി ഇവിടെ ക്ഷണിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. ഒപ്പം ഔപചാരികളുടെ പേരിൽ ഈ വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചോളും. റാലിയുടെ ഭാഗമായി ഫ്ലാഷ് മോബും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തപ്പെട്ടു. ബഹുമാനിയുടെ ചുനക്കരയുടെ അഭിമാനമായ നമ്മുടെ അക്ഷരമുത്തശ്ശി ചുനക്കര ഗവൺമെന്റ് വെൽഫെയർ എൽ.പി. സ്കൂളിന്റെ 75ാമത് വാർഷികം പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന വിളംബര റാലി ചുനക്കര പഞ്ചായത്ത് ജംഗ്ഷനിൽ കൂടി കടന്നു വരികയാണ്. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും നല്ലവരായ നാട്ടുകാരും സ്നേഹസൗഹൃദങ്ങളും സഹയാത്രികരും അണിനിരക്കുന്ന ഇരുചക്ര വാഹന റാലിയുമായി ചുനക്കര ഗ്രാമവീഥികളിൽ കൂടി കടന്നു വരുന്ന വിളംബര റാലി കടന്നു വരികയാണ്. ഇരുചക്ര വാഹനങ്ങളിൽ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നുകൊണ്ടുകൊണ്ട് ഒരു നാടിന്റെ പുരോഗതിയുടെയും നാടിന്റെ പുത്തൻ പ്രതീക്ഷകൾ കടിക്കറവാക്കി അൽമരം പോലെ പരിശുദ്ധമായ അക്ഷരമുത്തശ്ശി നമ്മുടെ സ്വന്തം വിദ്യാലയം ഗവൺമെന്റ് വെൽഫെയർ എൽ.പി. സ്കൂൾ ചുനക്കരയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് വിളംബര റാലി ഈ ഗ്രാമവേദികളിൽ കൂടി അക്ഷരാർത്ഥത്തിൽ പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ചടങ്ങിൽ ചുനക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി.കെ. രാധാകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയലക്ഷ്മി ശ്രീകുമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പറും ജൂബിലി ആഘോഷ സ്വാഗത സംഘം ചെയർപേഴ്സണുമായ സി. അനു എന്നിവർ പങ്കെടുത്തു. സീഡിനെറ്റ് ന്യൂസ്, ചാരുമൂട്.